ഹലോ അസ്സലാമലൈക്കും. അപ്പോൾ ആപ്റ്റിൻ ഡോളക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇത് പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പാട്ടോ. അപ്പോൾ വയനാട് പോകണം എന്നുള്ളൊരു ഇതിൽ ഇപ്പം എൻ്റെ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോകുക എന്നുള്ള ഇതിലായിരുന്നു. പക്ഷേ അത് ഫ്ലോപ്പായിപ്പോയി. അങ്ങനെ പെട്ടെന്നുണ്ടായതാണ്. ഈ ട്രിപ്പ് പോകുമ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഊട്ടിക്കാണെന്നാണ്. കുറേ ഒരു പകുതി ഓട്ടം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഇത് കൊടൈക്കനാൽ ട്രിപ്പാണെന്ന് അറിയുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ ഫാമിലി മൊത്തത്തിൽ പോവുകയാണ്. ഭയങ്കര ഒരു നല്ല രസമുള്ളൊരു ട്രിപ്പായിരുന്നു കേട്ടോ. വീണ്ടും കൊണ്ടതിപ്പോൾ ഞാൻ രണ്ടാമത്തെ വട്ടമാണ് പോണത് കേട്ടോ. ഞാനും ഹസ്ബൻഡൊക്കെ കൂടെ രണ്ടാമത്തെ വട്ടമാണ്. ഇനിയും പോകാനുള്ളൊരു ഇത് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ കൊടൈക്കനാൽ എന്ന് പറയുന്നത് അത്രക്ക് ഭയങ്കര ഒരു രസമായിരുന്നു. പ്രത്യേകിച്ച് ഒരു ട്രിപ്പ്. ആ ഡ്രസ് മാറ്റിക്കാളുടെ എന്നാ ഡ്രസ് അയച്ചിട്ടോ. തടിയിൽ ഷെഡിണ്ടാ ആ നനഞ്ഞോടക്ക് എങ്ങനെ കേറുക? ഇപ്പം നമ്മൾ ചുരം കയറിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കുരങ്ങന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡും കാര്യങ്ങളും ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. കൊടുത്തില്ലെങ്കിൽ നമ്മളടുത്ത് തട്ടി പറിച്ച് പിന്നെ അങ്ങനെ വീണ്ടും മുന്നോട്ട് പോയി ഞങ്ങൾ ഒരു ചെറിയൊരു കടയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വീഡിയോയിൽ എത്രത്തോളം ഒരു ക്യാച്ച് ചെയ്യാൻ പറ്റിയെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര നമ്മൾ മുന്നോട്ട് പോകും തോറും ഫുള്ള് ബ്ലറായിരുന്നു. അത്രക്ക് കോടയായിരുന്നു കേട്ടോ. ഭയങ്കര കോടയായിരുന്നു. മുന്നിലുള്ള ആൾക്കാരൊന്നും കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ ഉറങ്ങണുണ്ട്. ഈ പറഞ്ഞ ഞാനും ഉറങ്ങിയെന്ന്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് പകുതി എത്തിയപ്പോഴാണ് എനിക്ക് കൊടൈക്കനാലാണെന്നുള്ളൊരിത് കിട്ടി. കാരണം വല്ലാണ്ട് റൂട്ടും കാര്യങ്ങളൊന്നും അറിയാഞ്ഞിട്ടാണ്. പിന്നെ ഇങ്ങനെ ആദ്യം പോയ ഒരു പരിചയത്തിന് ഞാൻ ചോദിച്ചു. പറഞ്ഞു കൊടൈക്കനാലാണല്ലോ എന്ന് അപ്പോഴാണ് പറയുന്നത്. ഞാൻ സ്റ്റാറ്റസൊക്കെ ഇട്ടിരുന്നിട്ടാ. അങ്ങനെ പെട്ടെന്ന് ഞാൻ മാറ്റി. അങ്ങനെ എല്ലാ തവണയും വൺ ഡേ ഒക്കെ ട്രിപ്പ് നമ്മൾ സ്റ്റേ ചെയ്ത് കണ്ടാണിത്. പെട്ടെന്ന് ലീവും കാര്യങ്ങളും ഹസ്ബൻഡിന് ലീവ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൂടെ ആയിട്ട് വൺ ഡേ ട്രിപ്പ് ആയിരുന്നു. എന്തായാലും വൺ ഡേ ട്രിപ്പ് ആണെങ്കിലും അടിച്ച് പൊളിച്ചിട്ട് ഭയങ്കര വ്യൂ ആട്ടോ. നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. പണ്ടൊക്കെ സിനിമയിലൊക്കെ മൂവീസിലൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ സംഭവങ്ങൾ കണ്ടിരുന്നത്. ഇതൊക്കെ നേരിട്ട് കാണും എന്നുള്ളൊരു ഇതായിരുന്നു. നല്ല ഭംഗിയുള്ള വ്യൂസ് ആയിരുന്നു. ഇവിടെ കടല പൊയ്യുണ്ടാവുന്നാലെ ഇത് നല്ല ടേസ്റ്റ്. ഇത് പുളി ഇത് നല്ല കോൾട്ടപ്പഴ മേത്തൊക്കെ കളഞ്ഞിപ്പോ അത് പുളി നല്ല മധുരം. ഇതെന്താ 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 സംഭവം ഇങ്ങനെ കറക്കുന്നുണ്ട്. എന്താണെന്ന് അറിയില്ല. അതിലൊരു സംഭവം കമ്പം ഇതാക്കണതാണ്. അതിലൊന്നും സംഭവം കണ്ടില്ല. അതുകൊണ്ട് എനിക്കറിയില്ലായിരുന്നു. ഞാൻ അങ്ങനെ ചോദിച്ചു. പക്ഷെ ആൾ പറഞ്ഞു തന്നില്ല കേട്ടോ.
അടുത്തുള്ള ആളും മറ്റാളും കൂടെ എന്തെങ്കിലും ഒരു ഇതുണ്ട് തോന്നാൻ അങ്ങനെ അങ്ങനെ സംസാരിക്കണമെന്ന് കാണുന്നില്ല. അവരോട് ചോദിച്ചപ്പോൾ അവർ ചോദിച്ചു നോക്കിയെന്നാണ് പറഞ്ഞത്. ഞങ്ങളിതൊക്കെ നോക്കിയപ്പോത്തിന് ബ്രദേഴ്സ് എല്ലാവരും ബാക്കിയുള്ളവരൊക്കെ താഴെ ഒരു വെള്ളച്ചാട്ടം ഉണ്ടാക്കി ഇറങ്ങിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. പിന്നെ കമ്പം തന്നെ സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം കമ്പം വാങ്ങുന്നു 50 2 പീസ് കമ്പം. പൊന്നുസ അപ്പോൾ ബ്രദേഴ്സ് അവിടെ നിന്ന് കുളിക്കുകയാണ്. അവർ ഒന്നും കുളിച്ചിട്ടില്ല എന്നിട്ടോ. ഞാനും ഹസ്ബൻഡും കുട്ടികളും കുളിച്ച് കണ്ടാണ് വന്നത്. നമ്മളെ വീട്ടിലിരുന്നു. അപ്പോൾ അവർ നേരെ വണ്ടിയിട്ട് വീട്ടിലേക്ക് ഒരു 1 മണി ടൈമിൽ എത്തിയതാണ്. അങ്ങനെ നമ്മളവിടുന്ന് പിക്ക് ചെയ്യട്ടോ. അപ്പോൾ അവർ വരുന്ന ടൈം നോക്കി നമ്മൾ പെട്ടെന്ന് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് സെറ്റായിരുന്നു. പക്ഷെ അവർ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് കണ്ട് എവിടെന്നെങ്കിലും കുറച്ച് ടൈമിന് റൂം എടുത്തിട്ട് കുളിക്കുക കാര്യങ്ങളൊക്കെ വിചാരിച്ച് വന്ന. പക്ഷേ റൂമിന് ഭയങ്കര റെൻ്റാണ്. കുറച്ച് ടൈമിന് തന്നെ എത്ര മണിക്കൂറിന് തന്നെ ഭയങ്കര റെൻ്റാണ് പറഞ്ഞപ്പം ആ ഒരു ടാസ്ക് അവിടെ കളഞ്ഞിട്ടാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഇവിടെ എത്തിയപ്പോൾ കുറച്ച് ഉഡീസും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ട് ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ഉഡീസും കാര്യങ്ങളും കുറച്ച് തൊപ്പി അങ്ങനെ ചില ഐറ്റംസൊക്കെ വാങ്ങി. അങ്ങനെ പിന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇതിൻ്റെ ടച്ച് കുറച്ച് വിട്ടതുകൊണ്ട് എങ്ങനെ വോയിസ് ഓവർ കൊടുക്കുക എന്നുള്ളത് ഇങ്ങോട്ട് കറക്റ്റ് ഓക്കെ ആവണില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കട്ടെ. Mobil kalau nunggu stong lagi berjaga mungkin deh. Ya kira. Halo guys, Assalamualaikum. കാട്ടുകുണ്ടല്ല, അത് പൈൻ ഫോറസ്റ്റ് ആണ്. അതിൻ്റെ ഉള്ളിലാണ് കുതിരനെ കാണിച്ചിരുന്നത്. Kila lagi nih. First one listen. Opposite. 2. 3. 4. 5. 8, 9, 10. അങ്ങനെ നമ്മൾ ഇത് പൈൻ ഫോറസ്റ്റിലാട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇവിടെ വന്നപ്പോൾ കുറച്ച് ബോയ്സൊക്കെ കൂടി ഭയങ്കര ഇത് മോനായിട്ട് അങ്ങനെ കളിച്ചും ചിരിച്ചൊക്കെ. പിന്നെ അങ്ങനെ നമുക്കൊരു പേടി, നമ്മൾ കുറച്ച് ഇത്തിരി സ്ഥലത്ത് പോയി പേരിലോട്ട് ഓരോന്ന് കേൾക്കണതല്ല, ആ ഒരു ഭയമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോഴാണ് ഇവർ ഏത് ആൾക്കാരാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പോകുമ്പോൾ ഞങ്ങൾക്ക് അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. പോകുമ്പോൾ ഞങ്ങൾക്ക് ഹസ്ബൻഡും എനിക്കൊക്കെ ടാറ്റ അടിച്ചു തന്നു. അപ്പോൾ അവർ അവിടെ ഉള്ളത് തന്നെ എന്തോ ഒരു പോലീസിൻ്റെ ഒരു ഇതിൽപ്പെട്ട ആൾക്കാരായിരുന്നു. അങ്ങനെ ഓനായിട്ട് ഭയങ്കര കമ്പനിയായി ലാസ്റ്റ് ഓനെ വിടണില്ല ആൾക്കാരെ. അപ്പോൾ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും വേണ്ടാത്ത പണിയായിരുന്നത്. അങ്ങനെ ഓലെ ചെണ്ട മേടിച്ചിട്ട് ഒന്നാക്കിയിട്ട് ഭയങ്കര കളിയിലായിരുന്നു.
ലാസ്റ്റ് അനിയൻ ഇടപെട്ട് എല്ലാം സോൾവ് ആക്കി. ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ഗുണാക്കേവിലാണ്. മൂവീസിലൊക്കെ കണ്ട ഒരു ഇതല്ലേ ഉള്ളൂ. അപ്പോൾ ഗുണാക്കേവിലാണ്. അപ്പോൾ നമ്മൾ ടൈമിന് പൈൻ ഫോറസ്റ്റിൽ നിന്ന് കയറാൻ തന്നെ കുറച്ച് നേരം വൈകിയിരുന്നു. പക്ഷേ നമ്മളായിരുന്നു ലാസ്റ്റ് ആൾക്കാർ. അങ്ങനെ ഗുണാക്കേവും കണ്ടിട്ടോ. അങ്ങനെ ഗുണാക്കേവ് ചെന്നിട്ടോ. ചെന്ന് അവിടേക്കൊന്നും കാണി അത്രക്ക് മഞ്ഞായിട്ട് താഴേക്കൊന്നും കാണണമെന്നില്ല കേട്ടോ. നമ്മൾ താഴേക്കൊക്കെ കാണുന്നൊക്കെ വിചാരിച്ചുകൊണ്ടാണ്, ഒന്നും കാണണമെന്നില്ല. ഞാൻ പറഞ്ഞില്ല ഈ മരൻ്റെ ആണ്ടേക്കാരൻ വരാനുള്ളത്. അങ്ങനെ അവിടുന്ന് തിരിച്ച് വരുമ്പോൾ നമ്മൾ കുറച്ച് നട്ട്സ് ഉള്ള ചോക്ലേറ്റൊക്കെ വാങ്ങിട്ടോ. കുറച്ച് പൈൻ ഫോറസ്റ്റിൻ്റെ അവിടുന്ന് ചോക്ലേറ്റ് വാങ്ങിയിരുന്നു. പക്ഷെ അത് ഒരു 5 പൈസക്ക് പറ്റില്ലായിരുന്നു. ഇതെല്ലാം രസം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ തിരിച്ചു വരുമ്പോൾ ചുരത്തിൻ്റെ അവിടെ നിന്ന് കണ്ട് കുറച്ച് ഭയങ്കര തണുപ്പും ഉറക്കം കൂടി വന്നപ്പോൾ നമ്മൾ ചായ കുടിക്കണം. തിന്നിട്ടില്ല, ചോറ് അവിടുന്ന് കിട്ടൂയപ്പോ. നാട്ടിൽ ആരെടുത്ത് വെച്ചിട്ട് ആരോടെയും പറഞ്ഞ ചോറ് ഉണ്ടാക്കാൻ രാത്രി ഒന്ന് കിട്ടാരെ പോകാൻ പറഞ്ഞോളാ. അഫ്സലറിയ കളർ കോഴിക്കുട്ടി ആയിക്കിടുന്നു. ശരിയാണ്, ഇതെപ്പോഴാ കളർ കോഴിക്കുട്ടി ആയിക്കിടുന്നു വെച്ചു. മാറുകട് പിന്നെ ഞങ്ങൾ ചുരമൊക്കെ ഇറങ്ങിയതിൻ്റെ ശേഷം എവിടെ നിന്നാണ് കറക്റ്റ് പ്ലേസ് ഒന്നും എനിക്ക് ഓർമ്മയില്ല, കാരണം ഇടയിൽ ഉറങ്ങിപ്പോയിന്ന്. അപ്പോൾ അവിടെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. ഫ്രൈഡ് റൈസ്, അപ്പം, പൊറോട്ട അങ്ങനെയൊക്കെ ഓർഡർ ചെയ്ത്, ബിരിയാണിയൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ ഓരോരുത്തർ കഴിച്ചു. പിന്നെ ഞങ്ങൾ നല്ല വീട്ടിൽ കൊന്നിട്ടാണ്. അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞങ്ങളെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ബെല്ലൈക്കൺ ഇത് ഓൾ എന്ന ഓപ്ഷൻ ഇതാക്കിയാൽ ഞങ്ങളെ വീഡിയോസൊക്കെ കാണാൻ പറ്റും. ബൈ.